കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. പരമ്പരാഗതമായ രീതിയിലൂടെ നെൽവിത്തുകളെ സംരക്ഷിച്ച് ദേശീയ ശ്രദ്ധ നേടിയ കർഷകനാണ് ചെറുവയൽ രാമൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തെയും കാർഷിക രംഗത്ത് അദ്ദേഹം തുടർന്നു പോരുന്ന ദൗത്യങ്ങളെയും ചിത്രീകരിച്ച ഡോക്യുമെന്ററിയാണ് നഗൽ ക്രോണിക്കിൾ ഓഫ് ദി പാഡിമാൻ. ഈ അടുത്ത് പ്രഖ്യാപിച്ച ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഇത് നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ പ്രത്യേക പരാമർശം നേടിയിരുന്നു. വർഷങ്ങളുടെ പ്രയത്നത്തിലൂടെ ഈ ഡോക്യുമെന്ററി ചിത്രീകരിച്ച അതിന്റെ സംവിധായകൻ MK രാംദാസ് ആണ് ഇന്ന് ആർട്ട് കഫേയിൽ. കൂടെ ഫഹദ് റാസ. സ്വാഗതം. നമസ്കാരം. കർഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമൻ്റെ ജീവിതം അവതരിപ്പിച്ച ഡോക്യുമെൻ്ററിയാണ് നഗൽ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മലയാളികൾക്കെല്ലാം വളരെ അറിയുന്നതാണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ ജീവിതം ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ള ഒരു വലിയൊരു ദൗത്യമാണല്ലോ. അപ്പോൾ ആ ഒരു ചിന്ത ആദ്യമായിട്ട് വരുന്നത് എങ്ങനെയാണ്? ഞാൻ വയനാട്ടിലൊരു ജേർണലിസ്റ്റ് ആയിരുന്നു. വയനാട്ടിൽ ജനിച്ചു വളർന്ന ഒരാൾ. കൃഷിയാണ് നമ്മളുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്. ഞാനൊരു 6 വയസ്സൊക്കെ ആകുന്ന സമയത്ത് അച്ഛൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ വിത്ത് വാങ്ങിക്കാൻ വേണ്ടി അവിടെയുള്ള പരമ്പരാഗതമായിട്ടുള്ള കർഷകരുടെ വീടുകളിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ പോയിട്ട് വരുമ്പം വിത്തിനോട് അവർ കാണിക്കുന്ന ഒരു വലിയ ബഹുമാനമൊക്കെ ഉണ്ട്. ചെറിയൊരു ഇത് ഞാൻ പറയാം, ഈ മില്ലറ്റ്സ് ഒക്കെ കൃഷി ചെയ്തിരുന്നൊരു കാലം കൂടിയാണത്. അപ്പോൾ ഈ ചാമ എന്ന് പറയുന്നതായിരുന്നു വയനാട്ടിൽ കൂടുതൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് അളന്നിടുമ്പോൾ പുറത്തു പോകുന്ന ഈ ചാമ വിത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മളെ കൈവിരലിൽ നാവിൽ തൊട്ട് അതിങ്ങനെ ഒപ്പിയെടുക്കും. ഞാൻ ശരിക്കും എൻ്റെ മനസ്സിലുള്ള ആദ്യത്തെ ഒരു വിത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്ന ആളുകൾ എങ്ങനെയായിരുന്നു അത് ഉൾക്കൊണ്ടത് എന്നുള്ള ഒന്നുപോലും പാഴാക്കാതെ അതിനോട് വലിയ ദിവ്യതയോട് കൂടിയിട്ടൊക്കെയാണ് ഇതിനെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഉള്ളിലുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഈ രാമേട്ടൻ എന്ന് പറയുന്ന ആൾ എൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. അദ്ദേഹത്തെ അന്ന് തന്നെ പരിചയം ഉണ്ടായിരുന്നോ? എനിക്ക് നേരത്തെ പരിചയമാണ്. ഞാൻ ഏതാണ്ട് ഒരു 20 വർഷത്തോളം പത്രപ്രവർത്തനത്തിൽ ദൃശ്യമാധ്യമ രംഗത്തുള്ളതുകൊണ്ട് തന്നെ ഈ കാലത്ത് രാമേട്ടനെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഒരു ജേർണലിസം രീതി തന്നെ അങ്ങനെയായിരുന്നു. ഈ പറയുന്ന ആളുകളെ അവിടെ ചെന്ന് കണ്ട് അവരുടെ ജീവിതത്തൊക്കെ അറിയാന്നുള്ളൊരു ഇഷ്ടപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെയാണ് രാമേട്ടനെ അറിയുന്നത്. 2018 ഞാൻ ഇങ്ങനൊരു നെല്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. റിയൽ ടൈമിൽ തന്നെ അത് ചിത്രീകരിക്കണമെന്നും ആണ് തീരുമാനിച്ചത്. അപ്പോൾ ഈ ഡോക്യുമെൻ്ററിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ അണിയിച്ചൊരുക്കുക എന്നുള്ളതിനേക്കാൾ റിയൽ ടൈമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് തന്നെ. അതെ, അതാണ് എനിക്ക് വലിയ സന്തോഷം കിട്ടിയത്. കാരണം അത് ആദ്യഘട്ടത്തിൽ നമുക്ക് കുറച്ച് ചെറിയ പ്രയാസമൊക്കെ ഉണ്ടാക്കിയും പിന്നീട് ഞാനത് വളരെ ആസ്വദിക്കുകയാണ് ചെയ്തത്. കാരണം അങ്ങനെ ജീവിതത്തെ അറിയുമ്പോഴാണ് അതിൻ്റെ മഹത്വം കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം തന്നെയാണ് അത് ഈ പറയുന്ന ആക്ടിവിറ്റിയിൽ ഒരു നല്ല ഭാഗവും ചെയ്യുക. ഈ ചിത്രം പുറത്തു വരുന്നത് 2023 അപ്പോൾ ഈ 2018 ഷൂട്ട് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഈ 5 കൊല്ലം ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുമായിരുന്നോ? 5 വർഷം പൂർണ്ണമായി എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ചില ഘട്ടങ്ങളിൽ നമ്മളൊരു സാങ്കേതികമായി നമുക്കുണ്ടാകുന്ന കുറേ പ്രയാസങ്ങളുണ്ടാവും. അങ്ങനെയും അത് നീണ്ടുപോയിട്ടുണ്ടാവും. ചിലപ്പോൾ രാമേട്ടൻ വേറെന്തെങ്കിലും ആയിട്ട് ചിലപ്പോൾ നമ്മൾ അറിയിക്കാൻ വിട്ടുപോകും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ സമയമല്ല, പക്ഷെ നമ്മൾ അത്രയും കാലത്തൊരു എഫേർട്ട് കൊണ്ടാണ് ഇത് ഈ രൂപത്തിൽ ഇത് തയ്യാറായി. എന്താണ് ഇതിന് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഒന്നും ചെയ്തിട്ടല്ല ഈ ഡോക്യുമെൻ്ററി നിർമ്മിക്കുന്നത്. ഞാനിത് ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഏറ്റവും ആഗ്രഹം. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാനെന്ന് എൻ്റെ കൂടെയൊക്കെ ജോലി ചെയ്യുന്ന പല ക്യാമറാമാന്മാരും അവർ എൻ്റെ കൂടെ സഹകരിക്കാൻ തയ്യാറായി. മാത്രമല്ല യഥാർത്ഥത്തിൽ ഇതൊരു നമ്മളുടെ കാലത്തിൻ്റെ ഒരു വളരെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെന്നുള്ളൊരു ബോധ്യം കൂടി. ഭക്ഷണവും വിത്തൊക്കെ ആയിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ആളുകൾ ആശങ്കപ്പെട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ. അപ്പം ഞാൻ പറയുന്നത് എന്താണെങ്കിൽ ഇപ്പോൾ യഥാർത്ഥത്തിലൊരു ആഹാരത്തിന്റെ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ കൃഷിയുടെ ഒരു ജനാധിപത്യമൊക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ ഇതിൽ. നമ്മുടെ ഇന്ത്യയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് പോലും അതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ പറയുന്ന ശാസ്ത്രമൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ സ്വാധീനം ചെലുത്തിയാൽ പോലും പരമ്പരാഗതമായ അറിവിനെയൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു പ്രശ്നം. ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളെ വിത്തുകളുടെയൊക്കെ അവകാശമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുമ്പോൾ വലിയ ഗവേഷണ നിലയങ്ങളുടെ ലബോറട്ടറികളിൽ നടത്തേണ്ട ഒരു പ്രോസസ്സാണ് വളരെ സിമ്പിളായിട്ടുള്ള അറിവിലൂടെ ഈ രാമേട്ടൻ കാണിച്ചിരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു നെൽവിത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് അത് നട്ട് കൊയ്തെടുക്കുന്നൊരു പീരീഡാണ്. അപ്പോൾ 6 മാസം ഒക്കെയാണല്ലോ പരമാവധി. ഒരു 6 മാസവും കൂടിയാണ് അതിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ. അപ്പോൾ ഈ 12 മാസം ജീവനുള്ളതിനെ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. ആ അറിവാണ്, ആ ഒരു ശേഷിയാണ് യഥാർത്ഥത്തിൽ രാമേട്ടൻ്റെ കഴിവെന്ന് പറയും. രാമേട്ടനെ പോലെയുള്ള ഒരാൾക്ക് പത്മശ്രീ പോലുള്ള പുരസ്കാരം കിട്ടുമ്പോൾ അതിലും കൂടുതൽ സന്തോഷം. താങ്കൾ ഷൂട്ട് തുടങ്ങി അവസാനിക്കുന്ന ഈ 2023 ഈ ഒരു കാലഘട്ടത്തിലാണല്ലോ അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടുന്നതും. അപ്പോൾ അത് താങ്കൾക്ക് ഡോക്യുമെൻ്ററിയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ?
ഇല്ല, ഞാൻ സത്യത്തിൽ അത് വേണ്ടെന്ന് തന്നെയാണ് ആഗ്രഹിച്ചത്. കാരണം ആ ഒരു പരിഗണന കൊണ്ട് മാത്രമല്ല രാമേട്ടൻ അറിയപ്പെടേണ്ടതെന്നും രാമേട്ടൻ്റെ സമൂഹത്തിലുള്ള ഇടപെടലിന് തന്നെയാണ് പ്രസക്തി എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റത് നമ്മൾ സമൂഹം കൊടുക്കുന്ന ഒരു ഹോണർ മാത്രമാണ്. ആ ഹോണറിനപ്പുറത്തേക്ക് രാമേട്ടൻ്റെ ഒരു സീരിയസ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ മനുഷ്യർ ഇപ്പോൾ നമുക്കൊക്കെ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചെയ്തൊരു ജോലി നല്ലതാണെന്ന് പറയുമ്പോൾ സന്തോഷമൊക്കെ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് രാമേട്ടൻ ഇത് പ്രതീക്ഷിച്ചിട്ടൊന്നും ആയിരിക്കില്ല. കാരണം രാമേട്ടൻ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതകഥ പറയുമ്പോൾ ഉണ്ട്, വട്ടാണെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്. കാരണം നല്ല അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപേക്ഷിച്ചിട്ട് ഇത് എന്തിനു കൊണ്ടു നടക്കുന്നു, ഇവരെ എവിടേക്കോ പോയിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെറും വിഡ്ഢിയാണ്, ഇയാൾക്ക് എന്താ ഭ്രാന്താണോ എന്നൊക്കെ രാമേട്ടൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ രാമേട്ടൻ അന്ന് തോന്നിയ വേണമെങ്കിൽ കിറുക്ക് എന്നൊക്കെ പറയാവുന്ന ഒരു സാധനമാണ്. നമ്മൾ പിന്നീട് അത് റിയലൈസ് ചെയ്യാണല്ലോ ചെയ്യുന്നത്. പത്മശ്രീ എന്ന് പറയുന്ന ഒരു പദവി ഉപയോഗിക്കാതെ തന്നെ ഈ രാമേട്ടനെ അവതരിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ തവണത്തെ അവാർഡ് പ്രഖ്യാപനത്തിലും അവർ പറഞ്ഞിരിക്കുന്ന, ജൂറി പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. വയനാട് പോലുള്ള ഒരു സ്ഥലത്തുള്ള ഒരു സാധാരണ പരമ്പരാഗത കർഷകന്റെ ജീവിതത്തെ പിന്തുടർന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള ഒരു വലിയൊരു ദൗത്യമാണല്ലോ. ആ ഒരു കാര്യത്തെ പൂർണ്ണമായിട്ടും ഈ ഒരു ഡോക്യുമെന്ററിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളൊരു വിശ്വാസം താങ്കൾക്കുണ്ടോ? പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ. പിന്നെ ഇതിൽ ഞാൻ പറയുന്നത് എന്താണെങ്കിൽ നമ്മൾ പലപ്പോഴും പല മാതൃകകളും മുന്നോട്ട് വെക്കാറുണ്ട്. അത് പക്ഷേ ഞാൻ പറയുന്നത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള, അതായത് നമുക്ക് പിന്തുടരാൻ കഴിയുന്ന ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മാതൃകയായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ പറയുന്നത് വളരെ പ്രായോഗികമായി നമുക്കൊക്കെ പിന്തുടരാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതിലൂടെ നമ്മൾ കാണുന്നത് അമിതമായ ഉൽപാദനം നടത്തി നമ്മളുടെ പാടങ്ങൾ തരിച്ചായി പോയതിൻ്റെ എക്സ്പീരിയൻസ് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അവിടെ നമ്മൾ പട്ടിണി മാറിയിട്ടുണ്ട്, അത് റിയാലിറ്റിയാണ്. പക്ഷെ അതുകൊണ്ട് പിന്നെ നമ്മൾ ദുരന്തബാധിതരായി മാറുന്നുണ്ട്. പലപ്പോഴും കൃഷിയിടങ്ങൾ തരിച്ചായി പോവുകയും അവർ അതായത് പുറത്താക്കപ്പെട്ടു പോകുന്നുണ്ട്. അവിടെയാണ് ഈ പറയുന്ന രാമേട്ടൻ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഇതിൻ്റെ ഒരു പ്രസക്തി തന്നെ. പ്രകൃതിയാണല്ലോ ഇത്. ഇപ്പൊ രാമേട്ടൻ പറയുന്നതാണ്, നമ്മൾ ഇപ്പോൾ അദ്ദേഹം ഇതിന്റെ പേരിൽ പറയുന്നതുണ്ട്, നെഗൽ എന്നാണ്. നെഗൽ എന്ന് പറയുന്ന ഒരു കണക്ടിവിറ്റിയാണ്, തലമുറകൾ തമ്മിലുള്ള ഒരു കണക്ടിവിറ്റിയാണ്. രാമേട്ടൻ ഒരു സാധാരണ ഒരു കർഷകനാണ്. 6ാം ക്ലാസ് വരെ ഒറ്റയാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ഉള്ളത്. അപ്പോൾ അദ്ദേഹം കണ്ടെത്തി അയാൾ പറയുന്ന വലിയൊരു ഫിലോസഫി ഉണ്ട്. കാരണം വിത്തിന് ആരാണ് അവകാശി? പ്രകൃതിയാണ് അതിൻ്റെ അവകാശി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിത്ത് എവിടുന്ന് തുടങ്ങി എന്നുള്ളത് പറയാൻ പറ്റില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അത് പുതുക്കിക്കൊണ്ടിരിക്കുന്നത് പ്രകൃതിയാണ്. കാറ്റ് ആണ് വിതയ്ക്കുന്നത്, പക്ഷികളാണ് വിതയ്ക്കുന്നത്. ഇപ്പോൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കൃഷി തുടങ്ങിയിട്ട് സമീപകാലമായിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ധാന്യം ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഈ ധാന്യങ്ങളുടെയൊക്കെ അവകാശികൾ ആരാണ് എന്ന ഒരു ചോദ്യം, അത് പ്രകൃതിയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. ഞാൻ വിത്ത് വിൽക്കലില്ല എന്ന് അദ്ദേഹം പറയുന്നു. വിത്ത് കൊടുക്കും രാമേട്ടൻ, അത് ഉണ്ടാക്കിയിട്ട് അത്രയും കൂടി ചേർത്ത് എനിക്ക് തിരികെ തന്നാൽ മതി എന്നാണ് രാമേട്ടൻ്റെ ഒരു പോളിസി എന്നാണ്. യഥാർത്ഥത്തിൽ പ്രകൃതി അത് തന്നെയാണ്. മുഴുവനായിട്ട് നമുക്ക് എടുക്കാനുള്ളത് പ്രകൃതിയിലില്ല. നമ്മളുടെ ആശ തീരുവോളം അല്ലെങ്കിൽ നമ്മളെ ആർത്തിക്ക് പരിഹാരത്തോളം എടുക്കാനില്ല. അപ്പോൾ അതൊക്കെ വലിയ മഹത്തായ ആശയങ്ങളാണല്ലോ മുന്നോട്ട് വെക്കുന്നത്. അപ്പം നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഈ ഷൂട്ടിൻ്റെയൊക്കെ ഓരോ ഘട്ടത്തിലും കാറ്റ് വരുമ്പോൾ ജീവൻ എന്ന് പറയുന്നതിന് രാമേട്ടൻ പറയുന്ന ചില വിശദീകരണങ്ങളുണ്ട്. 5 തരം മഴ, 6 തരം കാറ്റ്. ഇതിലൂടെയാണ് ജീവൻ കിട്ടുന്നത്. ആ ജീവനാണ് നമുക്ക് കിട്ടുന്നത്. ആ ജീവന്റെ ഗുണമാണ് നമ്മൾ കാണിക്കുന്നത് എന്നാണ് രാമേട്ടൻ പറയുന്നത്. ഇപ്പൊ രാമേട്ടനെ പോലെയുള്ള ഒരാളുടെ പ്രസക്തി എന്താണ് സൊസൈറ്റിയിൽ നിന്നുള്ളത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം മനുഷ്യന് മാത്രമേ എന്തും പ്രതിരോധിക്കാൻ പറ്റുള്ളൂ, എന്തിനേയും. നമ്മളുടെ നേരെ വരുന്ന എല്ലാത്തിനെയും, നമ്മളുടെ സാമൂഹ്യാവസ്ഥകളെ, നമ്മളുടെ പ്രകൃതി ദുരന്തങ്ങളെ എല്ലാം മനുഷ്യന് മാത്രമാണ് നേരിടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അയാൾ പകരം മാർഗങ്ങൾ കണ്ടെത്തുന്നത്. അപ്പം ആ നിലയ്ക്ക് രാമേട്ടൻ്റെ ഈ എഫേർട്ടിന് പല മാനങ്ങളുണ്ട്. വലിയ രാഷ്ട്രീയമുണ്ട്. നിങ്ങൾക്ക് എന്ത് കഴിക്കാം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ അത് എത്ര ഗുണമുള്ളതായിരിക്കണം. ഞാൻ പറഞ്ഞ നമുക്ക് കിട്ടുന്ന അരി എത്ര കാലം മുമ്പ് ബണ്ടിൽ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇത് കഴിക്കുന്ന രാമേട്ടൻ അങ്ങനെ വളരെ രാമേട്ടൻ്റെ സിമ്പിളായിട്ടുള്ള രാമേട്ടൻ്റെ ലോജിക്ക് വെച്ച് പറയുന്നതാണ്. പക്ഷെ അത് ആ അർത്ഥത്തിൽ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ശരിയല്ലെന്ന് തോന്നുമ്പോഴും അതാണ് സത്യം എന്ന് നമുക്കറിയാം. പിന്നെ മാത്രമല്ല, നമ്മൾ സിനിമ പോലെയുള്ള കലയെ ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി വളരെ സ്പെസിഫിക് ആയിട്ട് ഉപയോഗിക്കണം തന്നെയാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഡോക്യുമെൻ്ററിയുടെ പേര് നെഗൽ എന്നാണല്ലോ, ക്രോണിക്കിൾ ഓഫ് ദി പാഡിമാൻ. നെഗൽ എന്ന വാക്കിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു അതൊരു കണക്ടിവിറ്റിയാണ് ജനറേഷൻസ് തമ്മിലുള്ള. എന്നാലും അതിൻ്റെ ആ കൃത്യമായ അർത്ഥം എന്താണ്? അത് ഏതാണ് ആ വാക്ക്? വയനാട്ടിലെ കുറിച്ച എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെട്ട ഒരാളാണ് രാമേട്ടൻ. അവർക്കിടയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്. നെഗൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നിഴൽ എന്ന് വേണമെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു അർത്ഥമായിട്ട് നമുക്ക് പറയാം. എല്ലാ കാലത്തെയും എല്ലാ തലമുറകളുടെയും സംരക്ഷിക്കുന്ന ഒരു കണക്ടിവിറ്റി ഇതിലുണ്ട്. രാമേട്ടൻ പറയുന്നത് രാമേട്ടൻ്റെ വീടിനകത്തെ കൊമ്മയിൽ സൂക്ഷിക്കുന്ന നെല്ല് സംസാരിക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിലുള്ള ജീവനാണ്. അപ്പം നെല്ല് വിതയ്ക്കാനായിട്ടുള്ള നെല്ല് വിതയ്ക്കാറായി എന്ന് രാമേട്ടനോട് ഈ നെഗൽ പറയും. വീട് വെക്കുമ്പം ഇവിടെ വീട് വെക്കാം, വിവാഹം നടത്തുമ്പോൾ ഒക്കെ അവർ നെഗലിനോട് സംസാരിക്കും.
ഞങ്ങളെപ്പോഴും നമ്മളിങ്ങനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തിയായി പിന്നിലുണ്ട് എന്ന് ആ കമ്മ്യൂണിറ്റി വിശ്വസിക്കുന്നു. അതാണ് നെഗൽ എന്ന് പറയുന്നത്. നെല്ലിന്റെ കാര്യത്തിലാണ് അത് ഏറ്റവും. നെല്ലിനെ അവർ വളരെ പരിശുദ്ധമായ ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. കാരണം ഭൂമിയിലെ ദാരിദ്ര്യം ഉണ്ടായിരുന്ന ഒരു കാലത്ത് അവരുടെ കുലദൈവം ഉള്ളം കൈ തിരുമ്മിയിട്ട് അതിൽ നിന്ന് കുറച്ച് വിത്ത് താഴോട്ട് ഇട്ടുവന്നു. അതാണ് നെല്ലായിട്ട് വന്നതെന്നാണ് നെഗൽ പറഞ്ഞു കൊടുത്ത കഥ എന്നാണ്. ഈ ഡോക്യുമെന്ററി ഇംഗ്ലീഷിലായിരുന്നോ? അല്ല, മലയാളത്തിലാണ് ചെയ്തത്. സബ് ടൈറ്റിൽ ചെയ്തിട്ടുണ്ട്. 2 കഥകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് നെല്ല് എന്ന് പറഞ്ഞ സ്വർണ്ണ ധാന്യം കിട്ടിയിട്ടുള്ളൊരു കുട്ടിയുടെ അങ്ങനെ നെല്ലുണ്ടായി എന്ന് പറയുന്ന ഒരു ഫിലിപ്പൈൻ കഥ. അതിൻ്റെ നരേഷൻ നടത്തിയിരിക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകനൊക്കെ ആയിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണന്. അത് സ്കെച്ചസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ ഒരു കാലത്തെ കുറിച്ച് ചെയ്തിരിക്കുന്നത്. രണ്ടാമത് റഷ്യൻ കൃഷിശാസ്ത്രജ്ഞനായിട്ടുള്ള വാവ്ലോവിൻ്റെ അനുഭവങ്ങൾ ഉൾപ്പെടുന്നത്. 2ാം ലോക യുദ്ധകാലത്ത് ലെനിൻഗ്രാഡിൽ ഉണ്ടായിരുന്ന വിത്തിൻ്റെ ശേഖരം ആക്രമിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഇവർ ഈ വിത്ത് ശേഖരം നശിപ്പിക്കാനുള്ള ശ്രമം മനസ്സിലാക്കിയവർ ശാസ്ത്രജ്ഞരായിട്ടുള്ള ആളുകൾ ഈ വിത്തെടുത്ത് മറ്റൊരിടത്ത് ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയി സൂക്ഷിക്കുകയാണ്. യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ അവിടെ കണ്ടത് ഈ ശാസ്ത്രജ്ഞരായിട്ടുള്ള ആളുകൾ മുഴുവൻ മരിച്ചു കിടക്കുന്നതാണ്. പട്ടിണി കിടന്നായിരുന്നു മരിച്ചത്. അത്രമാത്രം വാല്യൂ വിത്തിലുണ്ടെന്നാണ്. അപ്പോൾ അതും ഇതേപോലെ തന്നെ ഒരു കഥയുടെ രൂപത്തിൽ നമ്മൾ അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് പുരസ്കാരത്തിന് അയക്കാൻ വേണ്ടിയിട്ടൊക്കെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? 2023 സെൻസർ ചെയ്തു ഇത്. എന്നിട്ട് ആ വർഷം തന്നെ സ്റ്റേറ്റ് ചലച്ചിത്ര അവാർഡിന് വേണ്ടിയിട്ട് അത് അയക്കുന്നുണ്ട്. പക്ഷേ പരിഗണിക്കപ്പെട്ടില്ല. 2023 അവാർഡാണ് ഇപ്പം പ്രഖ്യാപിച്ചിട്ടുള്ളത്, നാഷണൽ അവാർഡ്. അപ്പോൾ അവരൊരു സ്പെഷ്യൽ മെൻഷൻ ഉണ്ട്. ഇനിയിപ്പം ഞാൻ പറഞ്ഞ ഇതിന് കണ്ടന്റ് കൊണ്ട് ഏത് കാലത്തും അവതരിപ്പിക്കാവുന്ന ഒരു കാര്യം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് നിലവിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പ്രദർശിപ്പിച്ചോ? അപ്പോൾ നമുക്കൊക്കെ കാണണമെങ്കിലുള്ള ഒരു സൗകര്യം എന്താണ്? നമ്മളെ ചലച്ചിത്ര അക്കാദമി കോഴിക്കോടും മറ്റിടങ്ങളിലൊക്കെ ഇത് പ്രദർശിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മ്യൂസിക് ഒക്കെ വളരെ കൃത്യമായി നമ്മൾ കുറച്ചുകൂടി ആലോചിച്ചും കുറച്ച് സമയമെടുത്തൊക്കെ ചെയ്തിട്ടുള്ളൊരു മ്യൂസിക്കാണ്. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണം. പരമാവധി തിയേറ്ററിൽ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കൃഷി പോലെയുള്ള വിഷയം, ചെറുവയൽ രാമനെ പോലുള്ള ഒരു വ്യക്തിയുടെ ജീവിതം, ഇതൊക്കെ ചെയ്യണമെങ്കിൽ അതിനോടുള്ള ഒരു താല്പര്യം മാത്രം പോരാ, ഡോക്യുമെന്ററി ചെയ്തുള്ള ഒരു പരിചയം കൂടി വേണമല്ലോ. അപ്പോൾ താങ്കൾക്ക് അതിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഒന്ന്, ഞാൻ ദൃശ്യമാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ദീർഘകാലമായി നമ്മൾ ക്യാമറയിലൂടെ എന്താണ് കാണുന്നത് എന്ന് നമുക്കറിയാം. പിന്നെ ഈ മേഖലയിൽ നമ്മളെ കൂടുതൽ സഹായിക്കാനുള്ള കുറെ ആളുകൾ ഉണ്ടായി. അപ്പോൾ അവിടുന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കാര്യത്തെയൊക്കെ ഗൗരവത്തോടു കൂടി കാണുകയും ആഴത്തിലിറങ്ങി സമീപിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അതും കൂടി ഇത്തരം ഇതിനെ കുറച്ചുകൂടി പഠിക്കാൻ നമുക്ക് ഫലിപ്പിക്കാവുന്ന ഒരു കഥ കണ്ടെത്താൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് രാമേട്ടനായത് സ്വാഭാവികമായിട്ടും എന്നിലുള്ള ഒരു കൃഷിയുടെ ഒരു പാരമ്പര്യം കൂടി തന്നെയായിരിക്കും. ചിലപ്പോൾ രാമേട്ടൻ പറഞ്ഞവരെ ഒരു നെഗലായിരിക്കണം ചിലപ്പോൾ എന്നെ അതിന് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ടാവുക ആയിരിക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ സംവിധാനം ചെയ്ത ആദ്യത്തെ ഡോക്യുമെന്ററി തന്നെ ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ പരിഗണിക്കപ്പെടുന്നു. അതിന് പ്രത്യേക പരാമർശം ലഭിക്കുന്നു. അപ്പോൾ ദേശീയ പുരസ്കാരം വരെ നേടിയ ഈ ഒരു ഡോക്യുമെന്ററിക്ക് പിറകിൽ ഉള്ള ഒരു പ്രയത്നം വളരെ വലുതാണ്. അത് ആളുകളിലേക്ക് കൂടുതൽ എത്തട്ടെ, പ്രശംസിക്കപ്പെടട്ടെ എന്നെല്ലാം ആശംസിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു. നന്ദി, നമസ്കാരം. ചെറുവയൽ രാമന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ദേശീയ പുരസ്കാരം നേടിയ നഗൽ ക്രോണിക്കിൾ ഓഫ് ദി പാഡിമാൻ എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ MK രാംദാസാണ് ഇന്ന് ആർട്ട് കഫേയിൽ പങ്കെടുത്തത്. അദ്ദേഹത്തോടൊപ്പം ഫഹദ് റാസ. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.